churches are going to experience the supernatural in a manner that they have never ever conceived. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടുകൊണ്ടിരുന്ന സന്ദേശം ദ 5 P's ഓഫ് വാക്കിംഗ് ഇൻ എക്സലൻസ്. എക്സലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പലപ്പോഴും നമ്മൾ നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എന്നാ പറയുന്നത് ഇതായിരിക്കും ശരി. ദി ഇയർ ഓഫ് എക്സലൻസ് നമ്മൾ ആ ദൂത് ഓർക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഷോയിങ് ത്രൂ യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ് His standard of doing things, that is excellence. അപ്പോൾ ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ അത് ഞാൻ what I was trying to convey is how you should be how you should know about your purpose, how you should know the valuing the presence of God, how you should know that when God blesses you, the people, it is to bless others. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അത് പൈസയുടെ കാര്യമായിക്കോട്ടെ, അത് കൃപാവരങ്ങളുടെ കാര്യമായിക്കോട്ടെ, ഒരു കർത്താവ് തന്ന ഒരു സ്പെഷ്യൽ ടാലൻറ്റ് എന്തേലും ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ടു ബ്ലെസ് അതേഴ്സ്. എബ്രഹാമിനോട് കർത്താവ് എന്നാ പറഞ്ഞത്? നിന്നിലൂടെ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. യു ആർ എ ബ്ലെസ്സിങ് ഫോർ മെനി. ഇന്ന് ഈ ആഴ്ച ഒരു തീരുമാനം എടുത്തേ, ഞാനാണെങ്കിൽ വേറെ പലർക്കും ഞാനൊരു അനുഗ്രഹമായി തീരാൻ പോവാം. എങ്ങനെ അനുഗ്രഹം മാറുന്നേ? യേശുവിനെ കുറിച്ച് പറയാം. അവർ വിഷമിച്ചിരിക്കുമ്പോൾ വിഷമിക്കേണ്ടെന്നേ, യേശു കൂടെ ഉണ്ടെന്നേ. ആ ഒരു മനസ്ഥിതി, ലെറ്റ് ദിസ് മൈൻഡ് ബി in you just like it was in Christ Jesus. It was another, it is നിങ്ങൾ ഈ സന്ദേശം മൊത്തം I know it is going to be a blessing for you. So over to the episode. Down to my third P. അത് മൂന്നാമത്തെ Pയിലേക്ക് നമുക്ക് കടന്നു വരാം. In the book, in what we just read in the book of Joshua, നമ്മളിപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. The third P is the people. മൂന്നാമത്തെ P എന്ന് പറയുന്നത് ജനം. Hallelujah. God blesses you to bless the people. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. Hallelujah. What all that was done through the hand of Moses, Joshua, it was for the people. ദൈവം മോശയുടെ മേലും യോശുവയുടെ മേലും നൽകിയിരുന്ന മുഴുവൻ അനുഗ്രഹം എന്തെന്നാന്ന് ചോദിച്ചാൽ അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് സകല ജനത്തിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. Whether it be money, whether it be anointing, whether it be the gift of the Holy Spirit, it is to edify the church. It is for the people. വാസ്തവത്തിൽ പണമായിക്കോട്ടെ, ദൈവം നൽകുന്ന കൃപാവരങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവം നൽകുന്നത് മുഴുവൻ സഭയുടെ ആത്മിക വർധനയ്ക്കും പൊതു പ്രയോജനത്തിനുമാകുന്നു. Can you say I am called as a blessing for the people? ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ പൊതു പ്രയോജനത്തിന്, പൊതു അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. Hallelujah. That is why the Bible says in Philippians 2 and 3. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ദൈവവചനം പറയുന്നു. The Bible says, ദൈവവചനം പറയുന്നു. Can you all go to Philippians 2 and 3 please? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ
താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. Not being selfish, not my own, my thing, my children, my car, my house, but let it be, let this mind of Christ, it comes down to say of serving others or blessing others. പലപ്പോഴും നമ്മൾ സ്വാർത്ഥരായി മാറുക, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റേതെന്ന് പറഞ്ഞു മാറുക. എന്നാൽ മറന്നു പോകരുത്, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാത്രേ. Can you say that is why the blessing of Abraham, the Bible says, which has come to us, with blessings I will bless you, and multiplication I will multiply you, and through you all the families of the world will be blessed. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്, അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങളും യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേലുണ്ട്. എന്തായിരുന്നു അബ്രഹാമിന്റെ കൊടുത്ത അനുഗ്രഹം? ഞാൻ നിന്നെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർധനവിനാൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിന്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. Can you say, I am a blessing to a lot of people? ഉറക്കെ പറഞ്ഞാൽ ഞാൻ അനേക ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. Can you say, through me there is going to be great revival? ഉറക്കെ പറഞ്ഞാൽ എന്നിലൂടെ വലിയ ഉണർവ് സംഭവിക്കും. Can you say, this is the hand of Jesus which heals the sick? സ്വന്തം കൈ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, ഈ കൈയാണ് കർത്താവിന് ഈ ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കാനുള്ള കൈ. This is the hand that is going to save many families from the edge of destruction. തകർച്ചയിൽ നിന്നും അനേകരെ വിടുവിക്കുവാനുള്ള കരങ്ങളാണ് ഈ കരങ്ങളെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞാട്ടെ. Hallelujah. When people become your concern, or when they become the priority, running for them, saving a new soul, when that becomes your priority, all your temporary priorities will become his priorities. വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരെ വിടുവിക്കുവാൻ വേണ്ടി, ഒരു തകർന്നൊരു വ്യക്തിയെ വിടുവിക്കുവാൻ, പുതിയൊരു ആത്മാവിനെ നേടുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നുവെങ്കിൽ, അതിന് ഞാൻ പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ കർത്താവ് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തെ അവൻ ഒരു അത്ഭുതമാക്കി മാറ്റും. I can say it as a testimony from my house. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അതിനൊരു സാക്ഷ്യം കണ്ടിട്ടുണ്ട്. There were times that I used to miss my dad because he was not at home at all. വാസ്തവത്തിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പല സമയങ്ങളിലും അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. Oh, there were times I did not know the gravity of the debt that he was going through at that time. ആ സമയങ്ങളിൽ അപ്പോൾ അദ്ദേഹം കടന്നുപോയ ആ സാമ്പത്തിക കടഭാരത്തിന്റെ ആഴം വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു. It was my priority, I always thought, why is he not spending time with me? ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പപ്പ ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല. He was running for the Lord. അവർ കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Running for the Lord. അദ്ദേഹം കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. For him always helping people or telling people about Jesus was number one priority for him. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്ഥാനം, പ്രഥമ സ്ഥാനം അദ്ദേഹം കൊടുത്തത് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുന്നതിലായിരുന്നു. When I look back right now, ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ, that was the best decision that he made. അദ്ദേഹം ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത്. Hallelujah. He did not keep the Jesus that he got to himself, but he let to know people. He was saving the people and telling them there is a hope for you. There is a gospel which is too good to be true. അദ്ദേഹം തനിക്ക് ലഭിച്ച യേശുവിനെ തന്റേത് മാത്രമായി ഒതുക്കി നിർത്തിയില്ല, മറിച്ച് ഓടി നടന്ന് അനേകർക്ക് വേണ്ടി യേശുവിനെ കൊടുത്ത് നിങ്ങൾക്ക് അവിശ്വസനീയമായും വധം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ്, തകർന്ന വ്യക്തിയെ വിടുവിക്കുമെന്ന് പറഞ്ഞ് സുവിശേഷം അത് മറ്റുള്ളവർക്ക് അദ്ദേഹം കൊടുത്തു. Turn to your neighbor and say, you are a blessing for the people. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾ അനേക രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. Hallelujah. It brings down to my fourth P. അവിടെയാണ് എൻ്റെ നാലാമത്തെ പിയിലേക്ക് ഞാൻ വരികയാണ്. How do you operate, or how do you run for the people in always that fervency, or how do you keep yourself full of power to help people? എങ്ങനെയാണ് നിങ്ങൾ സ്ഥിരോത്സാഹത്തോടെ ഉത്സാഹത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഓടുന്നത്? Can you go to the book of John? The Bible says, ദൈവവചനം പറയുന്നു 15:7, 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, abide in me. എന്നിൽ വസിക്കുക. Hallelujah. So the fourth P is prayer or fellowship. നാലാമത്തെ പി പ്രാർത്ഥന അല്ലെങ്കിൽ കൂട്ടായ്മ. Prayer, not a one-way prayer where you tell him, Jesus, I need this and this. Prayer is a fellowship. It is a relationship. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സൈഡിലോട്ട് മാത്രം സംസാരിക്കുന്നത്, എൻ്റെ ആവശ്യങ്ങൾ കർത്താവേ എനിക്ക് അത് വേണം ഇത് വേണം മറ്റേത് വേണം എന്നൊന്നും അങ്ങോട്ട് മാത്രം പരാതി പറയുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്, മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ. അത്രേ.
Hallelujah. Hallelujah. Jesus said, without me, you cannot do anything. യേശു പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. He said, I am the vine and you are my branch. യേശു പറഞ്ഞു ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു. It is talking about fellowship. It is talking about the source of life that you and me have on this earth. അത് സംസാരിക്കുന്നത് ഒരു കൂട്ടായ്മയെ കുറിച്ചാ. ഈ ദൈവവുമായിട്ടുള്ള ഒരു ജീവന്റെ കൂട്ടായ്മയെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. Turn to your neighbor and say fellowship, prayer. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ കൂട്ടായ്മ ബന്ധം. കർത്താവിനോട് 2020 is the year of prayer. 2020 അത് പ്രാർത്ഥനയുടെ വർഷമാണ്. It means it is to abide in him. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ അവനിൽ വസിക്കുന്ന വർഷം. Hallelujah. ഹല്ലേലൂയ. Let me tell you a few advantages of people who are abiding in him. അവനിൽ വസിക്കുന്നവരുടെ ചില ഗുണം നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയാം. To those who walk in that prayer life, do you know what all will follow that? അവര് പ്രാർത്ഥനാ ജീവിതത്തിൽ അവര് ഇരിക്കുന്നവർ എന്താണ് പിന്തുടരുന്നത് നിങ്ങൾക്കറിയാമോ? Verse 5, number 1. ഒന്നാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. The Bible says they will bear much fruit. അങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ, കൂട്ടായ്മയിൽ ഇരിക്കുന്നവർ, അവർ അധികം ഫലം കായ്ക്കും. ഒന്ന് പറഞ്ഞേ, എന്നെ അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞാട്ടെ, എന്നെ അധികം ഫലം കായ്ക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ചെറിയ ഫലമല്ല, അധികം ഫലം. ആമേൻ. എന്തിനാ അധികം ഫലം? മറ്റുള്ളവരെ സഹായിക്കാൻ. ആമേൻ. ഒന്ന് പറഞ്ഞേ, എന്നെ വിളിച്ചിരിക്കുന്ന ആ അധികം ഫലം കായ്ക്കാൻ. എന്നെ വിളിച്ചിരിക്കുന്ന അധികം ഫലം. This is for people who are abiding in him. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അവനിൽ വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. Number 1 is much fruit. ഒന്നാമത് അവനിൽ വസിക്കുന്നവന് കിട്ടാവുന്ന ഒന്നാമത്തെ കാര്യം അവൻ അധികം ഫലം കായ്ക്കും. Number 2 is verse 7. Whatever you ask will be done. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെട്ടിരിക്കും. The Bible says your father knows what you want before you ask him. ദൈവവചനം പറയുന്നു, നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങൾക്ക് ആവശ്യം ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് അറിയാം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആവശ്യം ചോദിച്ചുകൊണ്ടിരിക്കണോ? എൻ്റെ ദൈവമോ എൻ്റെ സകല കാര്യങ്ങളും തൻ്റെ ആവശ്യത്തിനനുസരിച്ച് Hallelujah. Whatever you ask will be done. നിങ്ങൾ എന്ത് ചോദിച്ചാലും അവനിൽ വസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് സംഭവിച്ചിരിക്കും, നടന്നിരിക്കും. These are the points for those who are abiding in him. ഇത് മുഴുവൻ ആർക്കാണെന്ന് ചോദിച്ചാൽ അവനിൽ നിരന്തരം വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. Those who live in the secret place of the Most High shall abide under the shadow of the Almighty. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴെ പാർക്കുകയും ചെയ്യുന്നവർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. പാർക്കുന്നവർ എന്നാ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി പോകുന്നവർ എന്നല്ല, അവിടെ പാർക്കുന്നവർ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ജീവിതം അതിനൊരു ചെറിയൊരു മേക്ക് ഇറ്റ് എ പ്രയോറിറ്റി, മേക്ക് ഇറ്റ് എ വാല്യൂ, നോട്ട് ജസ്റ്റ് ബിഫോർ എ മീറ്റിംഗ്, ആഫ്റ്റർ എ മീറ്റിംഗ് ആസ് വെൽ. Make it a priority to sit with the Lord. വാസ്തവത്തിൽ ഒരു മീറ്റിംഗിന് മുമ്പ് പോകുന്നതിന് മുമ്പ് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. മറന്നു പോകരുത്, ആ പ്രാർത്ഥനാ ജീവിതത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കണം. മീറ്റിംഗിന് പോകുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം വേർതിരിക്കുക. That is why the Holy Spirit has given you the gift of tongues to pray every time. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു ദാനം, അന്യഭാഷ എന്ന ദാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് സദാസമയവും പ്രാർത്ഥിക്കുവാൻ. While you're driving, while you're cooking, while you're studying, if it is not disturbing the teacher, you can still use the gift of tongue. വാസ്തവത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ടീച്ചറെ ശല്യപ്പെടുത്താതെ, ടീച്ചറെ പഠിപ്പിക്കുന്നത് ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. Hallelujah. Hallelujah. Number 3, the Bible says, മൂന്നാമത്തെ കാര്യം വചനം പറയുന്നു, verse 11, അതിന്റെ 11-ാമത്തെ when വാക്യം, you abide in him, നിങ്ങൾ അവനിൽ വസിക്കുമ്പോൾ the joy that you have will be made full. നിങ്ങൾ തന്നിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷം അത് പൂർണ്ണമാകും. Hallelujah. ഒന്ന് പറഞ്ഞേ, പൂർണ്ണ സന്തോഷം. പൂർണ്ണ സന്തോഷം. പൂർണ്ണ സന്തോഷം. ഈ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ സന്തോഷം കണ്ട്, നിങ്ങളുടെ സന്തോഷം കണ്ട ആൾക്കാർ എന്നെ ഇങ്ങനെ സന്തോഷിക്കുന്നേ. Why are you so happy? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സന്തോഷിക്കുന്നത്? Your joy will be contagious. നിങ്ങളുടെ സന്തോഷം അത്
പകർച്ചവ്യാധി പോലെ പകരപ്പെടുന്നതാ. People who come in contact with you will say, why is this a great joy? നിങ്ങളുടെ അടുത്ത് വരുന്നവർ അവർ ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം സന്തോഷം? That is the opportunity to tell about Jesus. അതാണ് യേശുവിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും നല്ലൊരു അവസരം. Things might be going here and there, but you are so happy. കാര്യങ്ങൾ വന്ന് സംഭവിച്ചു പോകും, പക്ഷെ നിങ്ങൾ എന്തെല്ലാം വന്നാലും നിങ്ങൾ സന്തോഷപൂർണ്ണരാ. Your joy will be made full when you sit with him. നിങ്ങൾ അവന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം അത് പൂർണ്ണമാകും. Number 5, the Bible says, if you abide in him. അഞ്ചാമത്തെ കാര്യം, അവനിൽ വസിക്കുമ്പോൾ സംഭവിക്കുന്ന അഞ്ചാമത്തെ കാര്യം. For me, I consider that very close to me or very precious for me. ആ അഞ്ചാമത്തെ കാര്യം ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം വില കൽപ്പിക്കുന്നു, അതെന്റെ ഹൃദയത്തോട് ചേർത്ത് Verse നിർത്തുന്നു. 15. അതിന്റെ 15ാമത്തെ വാക്യം. No longer do I call you servants, I will call you my friend. ഞാൻ ഇനി മുതൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കത്തില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കും. Which means before he does something on the earth, he will tell his friend on earth. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവന്റെ സ്നേഹിതനോട് സംസാരിച്ചിട്ടേ, ആലോചന പറഞ്ഞിട്ടേ അവൻ ചെയ്യത്തുള്ളൂ. Hallelujah. He will tell, that is what happens every year. Before the start of the next year, Jesus will say, this is the year of excellence. അതുകൊണ്ടാണ് എല്ലാ വർഷവും സംഭവിക്കുന്നത്. ഓരോ വർഷവും തുടങ്ങുന്നതിന് മുമ്പ് ദൈവം തന്റെ മക്കളോട് ഇങ്ങനെ പറയും, ഈ വരാൻ പോകുന്ന വർഷം അത് ശ്രേഷ്ഠതയുടെ വർഷമാണ്. This is the year of overwhelming too. He will let know his friends what he is going to do, the mysteries. That is why the Bible says 14:21, if you love me, I will manifest myself to you. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, ഒരുത്തൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ഓരോ വർഷവും ആരംഭിക്കുമ്പോഴും തന്റെ സ്നേഹിതന്മാരോട് കർത്താവ് തന്റെ ഹൃദയത്തിന്റെ ആലോചന പറയുന്നത്, ഈ വർഷം മികവിന്റെ വർഷം, ഈ വർഷം ഓവർവെൽമിംഗ് റിച്ചസിന്റെ വർഷം എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നത്. Turn to your neighbor and tell yourself, I am a friend of God. ഉറക്കെ സ്വന്തം നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതൻ. സ്വന്തം പാർട്ടിയാ. ഒന്ന് പറഞ്ഞു, എന്നെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്വന്തം സ്വയമേ എന്ന് പറയും, എന്നെ കർത്താവിന് ഭയങ്കര ഇഷ്ട. എന്നോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കർത്താവിന് ഇഷ്ടം റോണക്കിനെയാ. ആമേൻ. അത്ര ഉറപ്പുണ്ടോ നിങ്ങളുടെ സ്വന്തം പേര് പറയാൻ? സ്വന്തം പേര് പറയാൻ എത്രമാത്രം ഇഷ്ട. പുത്രനെ തന്നും, പുത്രൻ, his son was sacrificed. That much he loves me. എന്നെ ദൈവം എത്ര സ്നേഹിച്ചു, സ്വന്തം പുത്രനെ കുരിശിൽ യാഗമാക്കുന്നത് പോലെ അവൻ എന്നെ നിങ്ങളെയും സ്നേഹിച്ചു. He loves me so much that he will not let this disease rule over my body. അവൻ എന്നെ അത്യധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഈ രോഗം എന്നെ വാഴുവാൻ കർത്താവ് സമ്മതിക്കില്ല. He loves me so much that he will never let my life be a failure. എന്നെ അവൻ അത്യധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതം ഒരു പരാജയമാകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. He loves me so much that I am going to increase every single day of my life. അവൻ എന്നെ അത്യധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, വർധനവിൽ നിന്ന് വർധനവിലേക്ക് നടക്കും. That confidence comes when you sit in the presence of God, fellowship prayer. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ അവന്റെ സാന്നിധ്യത്തിൽ, പ്രാർത്ഥനയിൽ, അവന്റെ കൂട്ടായ്മയിൽ വസിക്കുമ്പോൾ. Oh, and this brings me to the last 5th P. It is the most important P in this sermon. It is the person, the Holy Spirit. അഞ്ചാമത്തെ പിയെ കുറിച്ച് ഞാൻ പറയാം. ഈ അഞ്ചാമത്തെ പി ആണ് ഈ മുഴുവൻ ദൂതിന്റെയും ഏറ്റവും പ്രധാനമായ കാര്യം. അത് ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ ആണ്. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. Oh, he is a person. He is not a message. He is a personality. He is a person, and his name is the Holy Spirit. അതൊരു കേവല സന്ദേശമല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു പാഠ്യവിഷയവുമല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി. Oh, I get excited when I talk about him. ഞാൻ അവനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉത്സാഹഭരിതനായി Oh, മാറുകയാണ്. he is so real than me standing over here. അവൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നത്. The Bible says, വചനം പറയുന്നു, 14:16 John, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, Jesus said, I will pray of the Father and he will give you another helper. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ തരും. Hallelujah. Can you say the Holy Spirit? ഉറക്കെ പറഞ്ഞു പറയാമോ? പരിശുദ്ധാത്മാവ്.
Even if you feel or not, even if you know it or not, He is always walking with you. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, അവൻ സദാസമയവും നിങ്ങളുടെ കൂടെയുണ്ട്. He is the I am God. അവൻ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. The I am God said, let there be light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ ദൈവമാണ് അവൻ. Hallelujah. The I am God said, let there be light. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞവൻ പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. The I am God, the Holy Spirit made it into reality. അങ്ങനെ ദൈവം അത് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവാണ് അത് ഈ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നത്. When Jesus was walking on this world, യേശു ഈ ഭൂമിയിൽ നടന്നപ്പോൾ, when Jesus turned water to wine, it is the Holy Spirit by the power that changed water into wine. യേശു കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ യേശു പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവാണ് ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്. Even today in this auditorium, all the healings that you saw, it was by the power of the Holy Spirit. പകലും ഈ ഓഡിറ്റോറിയത്തിൽ സംഭവിച്ച മുഴുവൻ സൗഖ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് ചെയ്തതത്രേ. Hallelujah. The moment you are close with the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം, the moment you are close with the Holy Spirit, പരിശുദ്ധാത്മാവോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സമയം മുതൽ He will let you know of your purpose. നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് ബോധ്യം വരുത്തും. Oh, He will let you know about the presence of God. അവന്റെ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് He ബോധ്യം will വരുത്തും. let you know what you have received is not for you, it is for the people. നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് അനേകർ കൂടെ ഉള്ളതാണെന്ന് അവൻ നിങ്ങൾക്ക് ബോധ്യം The വരുത്തും. Holy Spirit, the person will help you to pray to the Father. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കും. The Bible says it is not by might or by power but by the Holy Spirit. ദൈവവചനം പറയുന്നു സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ. Heavenly feast, the chief superintendent of the church is the Holy Spirit. സ്വർഗീയ വിരുന്ന് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധാത്മാവത്രേ. That is why He guards every single one not falling. He will keep everyone straight. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളെയും അവൻ വീഴാതെ വണ്ണം നേരെ നിലനിർത്തുന്നത്. He is living inside of you to remind you who you are. നിങ്ങളുടെ അകത്ത് അവൻ വസിക്കുന്നു. നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം അവൻ കൃത്യമായി നിങ്ങൾക്ക് തരുന്നു. The Bible says ദൈവവചനം പറയുന്നു in chapter 16, യോഹന്നാന്റെ സുവിശേഷം 16-ാം the അധ്യായം, Holy Spirit will convict the world of sin, righteousness and judgment. പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. But to you and me, the children of God, He will say always, you are not a sinner, you are righteous, you are not going to face judgment, you can walk through the throne anytime you want. പരിശുദ്ധാത്മാവ് ലോകത്തിന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമ്പോൾ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം, നീ പാപിയല്ല, നീ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, നീ ദൈവത്തിന്റെ നീതിയാണ്. യേശുക്രിസ്തു മുഖാന്തരം നിനക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നിനക്ക് നിത്യതയുണ്ട്, അനുഗ്രഹമുണ്ടെന്ന് അവൻ ബോധ്യപ്പെടും. He is telling you today, right now, ഇന്ന് പകൽ അവൻ വിളിച്ചു പറയുക, you are an overcomer. നിങ്ങൾ മറികടക്കുന്നവനാണ്. He is telling you right now ഇപ്പോൾ അവൻ പറയുകയാണ്, that you are going to face whatever you face, you are going to be an overcomer. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിലും നിങ്ങൾ ജയാളിയാണ്. You are an overcomer. നിങ്ങൾ ജയാളിയത്രേ. You will only become a success in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ജയം മാത്രമേ The ഉണ്ടാകൂ. Holy Spirit is moving in this place right now. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്ത് It is moving. സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. He is the person is moving in this place. അവന് ഇന്ന് ഈ സ്ഥലത്ത് അവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Oh, He is filling you with a new fire. അവൻ പുതിയ അഗ്നിയാൽ ഓരോരുത്തരെ The നിറയ്ക്കുക. Holy Spirit is fire. പരിശുദ്ധാത്മാവ് അഗ്നിയത്രേ. Oh, He is not a cold spirit, He is fire. അവൻ ഒരു തണുത്ത ആത്മാവല്ല, അവൻ അഗ്നിയത്രേ. He is reminding you that you are the righteousness of God. അവൻ നിന്നെ ഓർമ്മപ്പെടുത്തും, നീ ദൈവത്തിന്റെ നീതിയാണ്. That you are perfect in every way. നീ സകലയിടത്തും യേശുക്രിസ്തുവിനെ He പരിപൂർണനാണ്. is telling you that you have a purpose. നിങ്ങൾ ദൈവ പദ്ധതിയിൽ വിളിക്കപ്പെട്ടവനാണെന്ന് How ബോധ്യപ്പെടുത്തും. many of you say, Holy Spirit, I want to know you എത്ര പേര് more? പറയും, പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങേ കൂടുതൽ അറിയണം. Hallelujah. Did you hear the person? The Holy Spirit. Oh, He's not a text. He's not a theological subject. ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം ആയിട്ട് എടുക്കരുത് പരിശുദ്ധാത്മാവിനെ. ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതിനേക്കാളും യാഥാർത്ഥ്യമായി നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. Oh my God, when I think about the Holy Spirit, when I start talking about Him, I get excited.
He will let you know. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ he will let you know about your purpose. He will help you to enjoy the presence of the Holy Spirit. He will help you to pray. He will help you to communicate with the Father. Oh, he's a best friend. The Holy Spirit, the person. ഈ ദിവസങ്ങളിൽ ഒന്ന് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് ശീലിപ്പിച്ചേ. മീറ്റിങ്ങിന് പോകുമ്പോൾ മാത്രമല്ല, എപ്പോഴും 24 മണിക്കൂറും 365 ദിവസവും ഒരു വ്യക്തി കൂടെ നടക്കുക. സ്റ്റാർട്ട് ബീയിങ് അവെയർ ഓഫ് ദ ഗോഡ് ഹൂ ഈസ് വിത്ത് യു ആൻഡ് ഇൻസൈഡ് ഓഫ് യു. ആൻഡ് ഒരു സഹായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ കാര്യസ്ഥൻ എന്നൊക്കെ, മലയാളത്തിൽ കാര്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരിക്കലും കയറരുത്. ഹീ ഈസ് ഗോഡ്. ഐ ആം ഗോഡ്. ഞാനാകുന്ന ഒരു ദൈവം. വെൻ ഇൻ ദ ബിഗിനിങ് in the book of Genesis, when God says, let us make man, I am God, I am Son, I am the Holy Spirit, was there making that decision. He's a counselor. He was there from the start, and he is the one. ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകാൻ പോകുന്നു. I can feel him here when I'm talking to you. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഈ ആഴ്ച ഒരു പരിഗണന ആൾക്കാർക്ക് ഇങ്ങനെ വരാൻ പോവാ. യു ആർ ഗോയിങ് ടു ബി ഫേവേർഡ്. ഒരു പ്രത്യേക നിങ്ങളൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടി ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്, അത് പരിശുദ്ധാത്മാവ് ഈ ആഴ്ച കാണാൻ പോവാ. യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ്. സ്റ്റുഡൻസ്, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കുന്ന കർത്താവിനെ അറിഞ്ഞ TNTs, തിമോത്തിയൻസ്, ഞാൻ പറയട്ടെ, there is going to be a new favor upon you. You're going to feel it, you're going to see it. Father God, I pray in the name of Jesus. Holy Spirit, you know everyone who is watching me right now. എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ്, എവിടെയൊക്കെയാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാമല്ലോ. ഇപ്പോൾ തന്നെ let there be a release of favor, Father. ഈ ആഴ്ച അവർ അഭിമുഖീകരിക്കുന്ന ഏത് കാര്യത്തിന് ഇവർ ചെല്ലുമ്പോൾ ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ഫേവർ അവിടെ കാണുന്നത് ഇവർ ഫീൽ ചെയ്ത് അവർ അനുഭവിച്ച് അതൊരു സാക്ഷ്യങ്ങളായി മാറാൻ പോകുന്നതിനായി നന്ദി പരിശുദ്ധാത്മാവേ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് സ്ഥാനത്താണേലും, ഓ റിമാന ശംദന, ലെറ്റ് ദെയർ ബി എ റിലീസ് ഓഫ് യുവർ പ്രസൻസ്, ഫാദർ. ലെറ്റ് ദം ഫീൽ യു, ലെറ്റ് ദം നോ യു. ദ ബൈബിൾ സേസ് when Jesus said you can see him and know him. ആ ഒരു പേഴ്സണൽ എൻകൗണ്ടർ, എ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് അനുഭവിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവേ. ഈ ആഴ്ച സാക്ഷ്യങ്ങളുടെ ഒരു ആഴ്ചയായി തീരാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. while I am recording this, I can feel the release of power over you. It is Jesus. It is the Holy Spirit, a person. So start spending time with the Holy Spirit. Value his companion. Value his companion. So God bless you. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. See you on the next episode. God bless you.